ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ചിക്കൻ പാർട്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുത്തു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായി വഴറ്റുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായി വഴറ്റുക. നന്നായി വഴറ്റുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ തന്നെ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് തന്നെ വെള്ളം വരും. അത് നല്ലതുപോലെ പറ്റി ഒരു റോസ്റ്റ് പരുവാകുന്നവരെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കുക. അത് കഴിഞ്ഞ് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്യുക. ചിലർക്ക് ഇച്ചിരി ചാറ് മതി, ചിലർക്ക് ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. ഞങ്ങളിവിടെ എല്ലാവർക്കും ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നല്ലതുപോലെ ഞാൻ റോസ്റ്റ് ആക്കുന്നുണ്ട്. അടച്ച് വെച്ച് തന്നെ വേവിക്കണം. അവസാനം വെച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല സ്വാദാണ്. അതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും.